നമസ്കാരം. 2016 നവംബർ 8-നായിരുന്നു നരേന്ദ്രമോദി എന്ന നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും മേരെ പ്യാരെ ദേശവാസി എന്ന് പറഞ്ഞുകൊണ്ട് 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയത്. നവംബർ 8 രാത്രി 8 മണിയോട് കൂടിയാണ് അദ്ദേഹം നോട്ടുകൾ നിരോധനം ഏർപ്പെടുത്തുന്നത്. കണക്ക് പ്രകാരം നമ്മുടെ രാജ്യത്ത് 17.97 ലക്ഷം കോടി നോട്ടുകൾ മൂല്യമുള്ള നോട്ടുകൾ രാജ്യത്തുണ്ടായിരുന്നു. രാജ്യത്ത് കൂടുതലായി ജനങ്ങൾ ഉപയോഗിച്ച 500 രൂപയുടെയും 1000 രൂപയുടെയും മൂല്യമുള്ള നോട്ടുകളായിരുന്നു കൂടുതലും. അതിലൊരു 3 ലക്ഷം കോടി രൂപയെങ്കിലും തിരിച്ചു വരില്ല എന്ന് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചുവെങ്കിലും അതൊക്കെ തിരിച്ചു വന്നുവെന്നും എന്നാൽ നോട്ട് നിരോധനം പാളിപ്പോയി എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാക്കളും അതോടൊപ്പം തന്നെ ചില ഇടതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞത്. എങ്കിലും യഥാർത്ഥത്തിൽ നോട്ട് നിരോധനം വൻ വിജയമായിരുന്നു. അതിന്റെ കാരണങ്ങൾ, അതിന്റെ തെളിവുകൾ ഇനി പറയാം. 2014 മോദി അധികാരത്തിൽ വരുന്നത്. അതിനു മുന്നേ കോൺഗ്രസ് ആയിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അവർ ഭരണം നടത്തിയത് അപ്പുറത്തേക്ക് വലിയ തോതിൽ കള്ളപ്പണവും ഹവാല ഇടപാടുകളും കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു. ഇപ്പോഴും സംശയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന് പാകിസ്ഥാൻ നേതാക്കളുമായി വലിയ രീതിയിൽ ഒരു ബന്ധം വച്ചു പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യദ്രോഹികളുമായിട്ടുള്ള ബന്ധമെല്ലാം വലിയ സംശയത്തിന്റെ നിഴലിലാണ് ഓരോ ദിവസവും കോൺഗ്രസിനുള്ളത്. കൂടാതെ തീവ്രവാദത്തെ തകർക്കാനും മയക്കുമരുന്ന് മാഫിയകളെ സംഘത്തെ തകർക്കാനും ഈ ഒരുപാട് പണ ഇടപാട് ഏജൻസികളെ തകർക്കാനുമായിരുന്നു നോട്ട് നിരോധനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിഞ്ഞുകൊണ്ട് നടന്ന സർക്കുലേഷൻ നോട്ടുകളും ഉണ്ടായിരുന്നു. കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ട് അച്ചടിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അത് കള്ളനോട്ടായിരുന്നു. പി ചിദംബരം കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരുന്ന സമയത്താണ് കള്ളനോട്ടുകൾ വ്യാപകമായി അച്ചടിച്ചത്. ചിദംബരം തന്നെ സർക്കുലേഷൻ സമയത്ത് കൂടുതൽ നോട്ടുകൾ എത്തിയപ്പോൾ BJP സർക്കാർ നടത്തിയ അന്വേഷണത്തിലായിരുന്നു ചിദംബരത്തിന് കള്ളനോട്ട് അടിക്കുന്ന ഒരു ഏർപ്പാടും കൂടെ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞത്. അന്വേഷണത്തിൽ എത്തി നിന്നത് അവസാനം പാകിസ്ഥാൻ നോട്ടടിക്കുന്ന അതേ പ്രസിൽ തന്നെ നോട്ട് അച്ചടിക്കുന്ന നാസിക്കിൽ തന്നെയാണ്. അവിടെ അവർ നമ്മുടെ ഭാരതത്തിൽ നോട്ടടിക്കുന്നത് നാസിക്കിലാണ്. അവിടെ അവർ ഓരോ ദിവസവും സുരക്ഷയുമായി ബന്ധപ്പെട്ട് നോട്ടിന്റെ ഡിസൈൻ മാറ്റുന്നുണ്ട്. അതിനുശേഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്തേക്ക് വന്ന നോട്ടുകളുടെ എണ്ണം നോക്കിയപ്പോൾ ഒരു 100% നോട്ടുകൾ, യഥാർത്ഥ നോട്ടുകൾ, നാസിക്കിൽ അച്ചടിക്കുന്ന നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ എത്തിയപ്പോൾ ബാക്കി വന്ന ഒരു 15% അല്ലെങ്കിൽ 5% നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കിൽപ്പെടുന്നതല്ല. അവരുടെ സീരിയൽ നമ്പറുകൾ ഒന്നും തന്നെ ഇല്ലാത്ത നോട്ടുകളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലെത്തിയത്. ഈ അന്വേഷണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗദ്യോഗികമായ രീതിയിൽ അന്വേഷിച്ചപ്പോൾ തന്നെ എത്തിപ്പെട്ടത് പാകിസ്ഥാൻ അച്ചടിച്ച് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന കുറെ തീവ്രവാദികളുണ്ട്. ഈ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ തന്നെ കള്ളനോട്ട് അടിക്കുന്ന അതേ പ്രസിൽ തന്നെയാണ് ചിദംബരവും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നോട്ടുകൾ അച്ചടിച്ചത്. ഈ നോട്ടുകൾ എങ്ങനെ പുറത്തു വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ കള്ളനോട്ടുകൾ അച്ചടിച്ച് ഇന്ത്യയിലേക്ക് വിതരണം ചെയ്തപ്പോൾ ഈ നോട്ടുകൾ നേപ്പാളിലേക്ക് പോയി. അവിടെ നിന്നാണ് നോട്ട് നിരോധന സമയത്ത് തിരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഈ നോട്ടുകൾ വന്നത്. അങ്ങനെ അവർ നടത്തിയ പരിശോധനയിലാണ് കണക്കിൽപ്പെടാത്ത സീരിയൽ നമ്പറുകൾ വരികയും ഈ അന്വേഷണമാണ് ചെന്നെത്തിയത്. ഇത് വലിയ രീതിയിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് CBIക്കോ അല്ലെങ്കിൽ CBIയുടെ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ ഏജൻസിക്കോ ഒന്നും വിടാൻ പറ്റില്ല. കാര്യം അങ്ങനെ ഒരു ഈ കാര്യം പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് തന്നെ 500ന്റെ നോട്ടുകൾ അല്ലെങ്കിൽ 1000ന്റെ നോട്ടുകൾ, ഇനി വരുന്ന നോട്ടുകൾ ഇത് ഏതാണ് ഒറിജിനൽ, ഏതാണ് വ്യാജം എന്നൊരു സംശയമുണ്ടാവും. അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ചെവി അറിയാതെ BJP സർക്കാർ അതിനെ തടയിട്ടത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനെ തടയിട്ടത്. ഇന്നും പി ചിദംബരത്തിന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും പേരിൽ വലിയ രീതിയിലുള്ള കള്ളനോട്ട് കേസുകളും അതേപോലെ തന്നെ വിസ തട്ടിപ്പടക്കം തട്ടിപ്പുകളുടെ ഒരു കേസുകൾ തന്നെ EDയുടെയും CBIയും അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.